ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും കൊണ്ട് വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്സ് വളരെ എളുപ്പത്തിലുണ്ടാക്കാം, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം, നമുക്ക് നല്ല ഹെൽത്തിയുമാണ്. ഇനി ഞാൻ 2 മുട്ട ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തിരി സവാളയും പച്ചമുളകും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ വശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാം, അതേപോലെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ ചീസും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 കഷ്ണം ടൊമാറ്റോ കട്ട് ചെയ്ത് അതും കൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇത് മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് നമ്മളൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസ് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതേപോലെ രാവിലെയൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. ബ്രെഡുണ്ട്, മുട്ടയുണ്ട്, ചീസ്, ബട്ടർ എല്ലാം ചേർന്നത് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഹെൽത്തിയുമാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും, അധികം ചിലവുമില്ല. അപ്പം മുട്ടയും ബ്രെഡും ഒക്കെ ബാക്കി വരുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.